നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും കണ്ണിലെ കരട്. ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു. ഇറാനിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമർ അബ്ദുള്ളയും കൊല്ലപ്പെട്ടു. ഇബ്രാഹിം റൈസിയും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തി നശിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെയാണ് പ്രസിഡന്റ് ഉൾപ്പെടെ ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 9 യാത്രക്കാരും മരിച്ചതായി സ്ഥിരീകരണം വന്നത്. അപകടം നടന്നത് ഇന്നലെയാണെങ്കിലും 14 മണിക്കൂറോളം വൈകിയാണ് രക്ഷാപ്രവർത്തകർക്ക് അപകട സ്ഥലത്ത് എത്താനായത്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനിയുടെ പിൻഗാമിയാകുമെന്ന് വരെ കരുതപ്പെടുന്ന കരുത്തുറ്റ നേതാവാണ് കൊല്ലപ്പെട്ട ഇബ്രാഹിം റൈസി. സയ്യിദ് ഇബ്രാഹിം റൈസി അൽ സാദത്തി എന്നാണ് പൂർണ്ണനാമധേയം. അത് ചുരുക്കിയാണ് റൈസി ആയത്. റൈസി എന്നാൽ തലവൻ എന്നാണ് അർത്ഥം. ഇസ്രയേലിന്റെയും ഇറാനെ എതിർക്കുന്ന പാശ്ചാത്യ ശക്തികളുടെയും കണ്ണിലെ കരടാണ് ഇബ്രാഹിം റൈസി. തൂക്കുകയർ തന്നെ. അമറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവെച്ചു. പെരുമ്പാവൂർ ജിഷയുടെ കൊലപാതകത്തിൽ പ്രതി അമറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവെച്ചു. പ്രതിയുടെ അപ്പീൽ ഹൈക്കോടതി തള്ളി. ജസ്റ്റിസ് PB സുരേഷ് കുമാർ, ജസ്റ്റിസ് S മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. പ്രതി അമറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് അനുമതി തേടിയുള്ള പ്രോസിക്യൂഷന്റെ അപേക്ഷയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറഞ്ഞത്. കൊലപാതകം ഡൽഹി നിർഭയ കേസിന് സമാനമാണെന്നും കോടതി നിരീക്ഷിച്ചു. ശാസ്ത്രീയ തെളിവുകൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. ഉന്നത ബോധ്യത്തോടെ വധശിക്ഷ ശരിവെക്കുന്നു. ഇത്തരമൊരു ക്രൂരകൃത്യം ഇനിമേൽ സംഭവിക്കാതിരിക്കാനാണ് വധശിക്ഷയെന്നും കോടതി വ്യക്തമാക്കി. ജാതീയമായി അധിക്ഷേപിച്ച കേസ്. സത്യഭാമയെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി. RLV രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ചെന്ന കേസിൽ പ്രതി സത്യഭാമയുടെ അറസ്റ്റ് താൽക്കാലത്തേക്ക് തടഞ്ഞ് ഹൈക്കോടതി. കേസ് വീണ്ടും പരിഗണിക്കുന്ന ഈ മാസം 27 വരെ സത്യഭാമയെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് നിർദ്ദേശം. സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് നടപടി. ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് കലാമണ്ഡലം സത്യഭാമ ഡോക്ടർ RLV രാമകൃഷ്ണനെതിരെ ജാതീയ അധിക്ഷേപം നടത്തിയത്. നൃത്തപരിശീലനത്തിനിടെ 13കാരി കുഴഞ്ഞു വീണ് മരിച്ചു. നൃത്തപരിശീലനത്തിനിടെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണ് മരിച്ചു. കാസർഗോഡ് തൊട്ടി കിഴക്കേക്കരയിൽ പരേതനായ തായത്ത് വീട്ടിൽ രവീന്ദ്രന്റെ മകൾ ശ്രീനന്ദിയാണ് മരിച്ചത്. ഇന്നലെ രാത്രിയാണ് ദാരുണ സംഭവം ഉണ്ടായത്. കുഴഞ്ഞു വീണ കുട്ടിയെ ഉടൻ തന്നെ കാഞ്ഞങ്ങാട്ടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല. പാക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ശ്രീനന്ദ പഠിക്കുന്നത്. കുട്ടിക്ക് മറ്റ് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. കൂടുതൽ മെഡിക്കൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് ശേഷം മാത്രമേ മരണകാരണം അറിയാൻ സാധിക്കൂ. കുതിച്ചുയർന്ന സ്വർണ്ണവില 55,000 കടന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയിൽ സ്വർണം. പവന് 400 രൂപ വർദ്ധിച്ച് സ്വർണ്ണവില റെക്കോർഡിട്ടു. ഇതോടെ 55,000 കടന്ന് സ്വർണ്ണവില ഇന്ന് കേരള വിപണിയിൽ പുതിയ റെക്കോർഡിട്ടു. 1 പവൻ സ്വർണത്തിന്റെ വിപണി വില 55,120 രൂപയാണ്. ലോറി മറിഞ്ഞത് കാണാനെത്തിയ സൈക്കിൾ യാത്രികൻ ബസ്സിടിച്ച് മരിച്ചു. മുട്ട ലോറി മറിഞ്ഞത് കാണാനെത്തിയ സൈക്കിൾ യാത്രികൻ സ്വകാര്യ ബസ്സിടിച്ച് മരിച്ചു. തണിശ്ശേരി പനന്തൊടിക T കൃഷ്ണനാണ് മരിച്ചത്. 63 വയസ്സായിരുന്നു. പരിക്കേറ്റ കൃഷ്ണനെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ 11:30ഓടെയാണ് മരണം സംഭവിച്ചത്. കൊല്ലങ്കോട്ട് നിന്ന് കോഴിക്കോട്ടേക്ക് പോയ സ്വകാര്യ ബസ്സാണ് വയോധികനെ ഇടിച്ചത്. രാവിലെ 7:30-ന് മന്തത്തുകാവിൽ വെച്ച് കൃഷ്ണൻ സഞ്ചരിച്ച സൈക്കിളിൽ തട്ടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. നാമക്കല്ലിൽ നിന്നും മുട്ട കയറ്റിയെത്തിയ ലോറിയാണ് കൊടുവായൂരിൽ ലോഡ് ഇറക്കി പാലക്കാട്ടേക്ക് വരുന്ന വഴി മറിഞ്ഞത്. തിങ്കളാഴ്ച രാവിലെ 6:45ഓടെയാണ് അപകടമുണ്ടായത്. നാമക്കൽ സ്വദേശിയായ ലോറി ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റിട്ടുണ്ട്. മറിഞ്ഞ ലോറിയുടെ പിറകിൽ തട്ടി കരിങ്കുളം സ്വദേശി ഓടിച്ച ബൈക്ക് വീണ് ബൈക്ക് യാത്രികനും പരിക്ക് പറ്റി. അപകട മരണങ്ങളുടെ പശ്ചാത്തലത്തിൽ KSRTCയിൽ വൻ നടപടി. ഒരു ഡ്രൈവറെ പിരിച്ചുവിട്ടു. കരുനാഗപ്പള്ളിയിൽ നടന്ന അപകട മരണങ്ങളുടെ പശ്ചാത്തലത്തിൽ 2 ഡ്രൈവർമാർക്കെതിരെ നടപടി സ്വീകരിച്ച് KSRTC. പാപ്പനംകോട് യൂണിറ്റിലെ ഡ്രൈവർ AT പ്രഭാഷ്, പൂവാർ യൂണിറ്റിലെ ഡ്രൈവറായ ഷൈൻ എന്നിവർക്കെതിരെയാണ് നടപടി. പ്രഭാഷിനെ സസ്പെൻഡ് ചെയ്യുകയും ഷൈനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടെന്നും KSRTC അറിയിച്ചു. KSRTC ബസ് ഉൾപ്പെടെ അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ആക്സിഡന്റ് മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഈ കമ്മിറ്റിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ച കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ അപകടം സംഭവിക്കുകയാണെങ്കിൽ കുറ്റക്കാർക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കുമെന്നും KSRTC വ്യക്തമാക്കി. താജ്മഹലിന് സമീപമുള്ള മസ്ജിദിൽ നിന്നും യുവതിയുടെ അർദ്ധനഗ്ന മൃതദേഹം. ബലാത്സംഗത്തിന് ഇരയായി എന്ന് കണ്ടെത്തൽ. താജ്മഹലിന് സമീപമുള്ള മസ്ജിദിൽ നിന്ന് യുവതിയുടെ അർദ്ധനഗ്ന മൃതദേഹം കണ്ടെത്തി. UP പോലീസാണ് മസ്ജിദിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തത്. താജ്മഹലിന്റെ കിഴക്കേ ഗേറ്റിന് സമീപമാണ് മസ്ജിദ്.
പള്ളിയിൽ പ്രാർത്ഥനയ്ക്കെത്തിയവരാണ് മൃതദേഹം ആദ്യം കാണുന്നത്. 22-കാരിയായ യുവതിയുടേതാണ് മൃതദേഹമെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. യുവതിയുടെ മുഖം പൂർണ്ണമായും വികൃതമാക്കിയതിനാൽ ഇത് ആരാണെന്നറിയാൻ സാധിച്ചിട്ടില്ല. ശരീരത്തിൽ നിരവധി മുറിവുകളുണ്ട്. യുവതിയുടെ ഇടുപ്പിന് താഴെഭാഗത്തെ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. ഭാരമേറിയ ആയുധം ഉപയോഗിച്ചുള്ള അടിയേറ്റാകാം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്നത് എന്നാണ് പോലീസ് നിഗമനം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പ്രദേശത്തെ CCTV ക്യാമറകൾ പരിശോധിക്കുന്ന പോലീസ് ഉടനെ ഇരയെ തിരിച്ചറിയുമെന്നും പ്രതിയെ പിടികൂടുമെന്നും വ്യക്തമാക്കി. കാസർഗോഡ് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവം. പ്രതിയുടെ ചിത്രം പുറത്തുവിട്ട് പോലീസ്. കുടക് സ്വദേശി PS സലീമാണ് പെൺകുട്ടിയെ ഉപദ്രവിച്ചത്. പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇയാൾ കുടകിലേക്ക് രക്ഷപ്പെട്ടതായി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. കുട്ടിയെ ലൈംഗികമായി ആക്രമിച്ച ശേഷം പ്രതി കുട്ടിയെ വയലിൽ ഉപേക്ഷിച്ചിട്ട് കടന്നു കളയുകയായിരുന്നു. പ്രദേശത്ത് തന്നെ താമസിക്കുന്ന ആളാണ് പ്രതി. ഇയാൾ നേരത്തെയും പോക്സോ കേസിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ശുചിമുറിയിൽ ക്യാമറ വെച്ച യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവ് അറസ്റ്റിൽ. കൊല്ലം തെന്മല ഡാമിലെ ശുചിമുറിയിൽ ക്യാമറ വെച്ച യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവ് അറസ്റ്റിൽ. തെന്മല സ്വദേശി ആഷിഖ് ബദറുദ്ദീനാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം സ്വദേശികളായ പെൺകുട്ടികളുടെ പരാതിയിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തെന്മല ഡാമിൽ ശുചിമുറി നടത്തിപ്പുകാരനാണ്. യൂത്ത് കോൺഗ്രസ് പുനലൂർ ബ്ലോക്ക് സെക്രട്ടറി കൂടിയാണ് ആഷിഖ്. ഇയാളുടെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു.